സത്യമായിട്ട് ഓർത്തോണേ, ഒരു കടയിൽ തന്നെ ജ്യൂസ് കുടിക്കണമെന്ന് തോന്നിയാൽ ജ്യൂസ് കുടിക്കരുത്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു കാര്യം. നമുക്കങ്ങ് ആ കടയാണെങ്കിലെ ജ്യൂസ്, ആ കടയിലെ ജ്യൂസ് കുടിക്കാൻ ഇവിടുന്ന് വണ്ടി വിട്ട് പോവാ. ഉഗാണ്ടയ്ക്ക് അവനങ്ങ് പോവാ. അവരെല്ലാം കൂടെ എവിടെ? അവിടുത്തെ ജ്യൂസിന് ആള് കൂടുന്നുണ്ടെങ്കിൽ ആ കടയിൽ ജ്യൂസ് കുടിക്കരുത്. ഏതായാലും നാരങ്ങായും പഞ്ചസാരയും സോഡാ നാരങ്ങയൊക്കെ എന്തിനാ ഇത്ര ആള്? ചിന്തിക്കണം. ഏതെങ്കിലും ഒരു സാധനം തുടർമാനമായി കുടിക്കണമെന്ന് തോന്നിയാൽ കഴിക്കണം. ആ കടയിലെ മന്തി എന്ന് പറഞ്ഞാൽ അതൊരു മന്തിയ. അവിടുത്തെ ബിരിയാണി കഴിക്കാൻ ആളങ്ങ് കൂടുക. പോകരുത്. ഒരു സാധനം തന്നെ സ്ഥിരമായി കഴിക്കണമെന്ന് തോന്നിയാൽ there will be a dangerous situation behind it എന്നുള്ളതാണ് ഒരു മോഡേൺ ട്രെൻഡ്. ചോക്ലേറ്റിനകത്തൂടെ ഈ സാധനം കൊടുക്കുന്നു, പാർട്ടികളിൽ കൊടുക്കുന്നു. ഒരിക്കൽ കൊടുക്കുന്ന ബിയറിനകത്ത് ഒരു ബിയർ സിപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ സാധനം ഇട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ വലിക്കാൻ കൊടുക്കുന്നത് സിഗരറ്റിനകത്ത് ഇതുണ്ടെങ്കിൽ പിന്നെ കൊടുക്കണ്ട, വയ്ക്കോളൂ. ഇവരെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം? ഒറ്റ വഴിയേ ഉള്ളൂ, മടക്കിയ മുഴങ്കാലും വിരിക്കപ്പെട്ട കരങ്ങളും. വേറെ ഒരു വഴിയില്ല.